കെസിയ ഗൂഗിൾ മാപ്പിൽ കണ്ടോ? സത്യം പറഞ്ഞാലേ ഈ വഴി പോകാൻ പറ്റത്തില്ല. ഇവിടെ അതല്ല, ഇവിടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിൽ കയറി 5 കിലോമീറ്ററെങ്കിലും നടക്കണം അറ്റ്ലീസ്റ്റ്. ഇതാ കണ്ടോ, മുഴുവനും കാടും മലയും കുന്നും എല്ലാം കയറി അങ്ങ് ഇറങ്ങിയാൽ മാത്രമേ എത്തത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണ്. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചു പോകാം. ഗൂഗിൾ മാപ്പിന് തെറ്റ് പറ്റില്ല എന്ന് ഞങ്ങൾ വീണ്ടും കെസി ഓടി വാ. അധികം ഓടാനൊക്കത്തില്ല ഗൈസ്. ബട്ട് കിഡില്ല, നല്ലൊരു സ്പോട്ടാണ്. നിങ്ങൾക്ക് പീസ് വേണമെങ്കിൽ, നിങ്ങൾക്ക് നേച്ചർ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ കം ടു ഈ പാർക്ക്. എന്താ പാർക്കിന്റെ പേര് വെച്ചു? ആംഗ്ലേഴ്സ് കൺട്രി പാർക്ക് ഇൻ വിന്റർസെറ്റ്. നല്ല എന്താ പറയാ, ഇവിടെ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കത്തെ സ്ഥലമല്ല. കുറെ കടകളും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനെയല്ല കേട്ടോ. ഒന്നുമില്ല കേട്ടോ, ഒരു പട്ടിക്കാട് പോലത്തെ ഏരിയ. പട്ടിക്കാടാണെങ്കിലും നേച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ഇതുവഴി പോയി എവിടെ പോയി കയറൂടി അതറിയില്ല. റോഡൊന്നും കാണുന്നില്ലല്ലോ. അഡ്വഞ്ചറാണ്. റോഡൊന്നും ഇല്ല കേട്ടെ, എവിടെയെങ്കിലും പോയി കയറാം കേട്ടോ. മുഴുവനും കുന്നും മലയും കാടൊക്കെ, ഇവിടെ ഒരൊറ്റ മനുഷ്യൻ പോലും ഇല്ല. ഗൂഗിൾ മാപ്പ് സഞ്ചരിക്കാത്ത വരികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുവാണ്. വ്യക്തമായിട്ട് നമ്മൾ ഈ കാട്ടിൽ കൂടെ നടക്കുകയാണ്. നടന്ന് വഴി കണ്ടെത്താൻ പറ്റാണ്ട് അവസാനം നമ്മളൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നെറ്റ് കിട്ടാഞ്ഞിട്ട് വഴി കണ്ടെത്താൻ പറ്റിയില്ല. കൈയൊക്കെ തണുത്ത് മരവിച്ച് മണ്ടാരടങ്ങിയിരിക്കുക. കുറേ കുതിരകൾ തുണിയൊക്കെ ഇട്ട് നിൽക്കുക. വിൻ്ററായതുകൊണ്ട് ഒരു ഇവിടെ മറ്റേ അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മറ്റേ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഫൈനലി നമ്മുടെ ബസ് സ്റ്റോപ്പ് അങ്ങ് ദൂരെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ റോഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണാം. ആ റോഡ് എത്തി. അയ്യോ, വഴിയറിയാതെ വഴി തെറ്റിപ്പോയി. വഴി തെറ്റി. ഗൂഗിൾ മാപ്പൊന്നും ഇല്ലാതെ നമ്മൾ കുറേ നേരം അലഞ്ഞായിരുന്നു. ഞങ്ങൾ ഇവിടെ കൂടെ തേരാപ്പാര നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. വളരെ കുഞ്ഞു ബസ് സ്റ്റോപ്പ് കേട്ടോ. ബസ് സ്റ്റോപ്പ് എന്ന് പറയില്ല, ജസ്റ്റ് ഇതാ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട്. ഇവിടെ ബോർഡുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിൽക്കുവാണ് ബസ്സിന് വേണ്ടിയിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? വളരെ അഡ്വഞ്ചറസ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഒരുപാട് ദൂരം നടന്നു കേട്ടോ. എത്ര കിലോമീറ്റർ നടന്നു നമുക്ക് തന്നെ ഒരു കണക്കില്ല. പക്ഷേ ഭയങ്കര ഫണ്ണി ആയിരുന്നു. ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങൾ അങ്ങനെ എന്തുവാ കാട്ടുവാസികളെ കണക്ക് കുറച്ച് നാള് കാട്ടിലങ്ങ് ജീവിച്ചു. നാളല്ല, കുറച്ച് നേരം. സോ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.